അദൃശ്യമായ ഒരു ശക്തിക്ക് വേണ്ടിയാണ്. എന്റെ ഇഷ്ടംപോലെ പടങ്ങൾ ഇങ്ങനെ നേരിടി വന്നിട്ടുണ്ട്. ഇപ്പോഴും നിയന്ത്രിച്ചില്ലെങ്കിൽ കുഴപ്പമാണ്. സാധാരണ ആൾക്കാരുണ്ട് നമ്മളൊക്കെ. കുറച്ച് വളരെ തുച്ഛമായ ഹിറ്റുകളെ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. പറഞ്ഞാട്ടെ, ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും വരാത്തതിൽ എന്താണ് പറയാനുള്ളത്? കാരണം എല്ലാവരും പല എറണാകുളത്തു നിന്ന് വരെ ആളുകൾ വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും ഈ സിനിമയുടെ പേര് ചൊല്ലിട്ടാണല്ലോ ഒരു തർക്കം വന്നിട്ടുള്ളത്. നമ്മുടെ സിസ്റ്റത്തിനെതിരായിട്ടാണ് നമ്മുടെ ഒരു സിനിമ ഒരു കാരണം നിർമ്മിച്ചു എന്ന് പറഞ്ഞാൽ ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ല. അതിനുള്ള ഡിസിഷൻസ് എടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ തുടങ്ങിയത്. ഈ സിനിമ വരാതിരിക്കുകയോ അല്ല പ്രശ്നം. നമ്മൾ സിനിമ അനുഭവിക്കുന്ന വേദന നമുക്കറിയാം. സിനിമ ആ വേദനയിൽ പങ്കെടുത്തുകൊണ്ട് ഇനി ഇങ്ങനെ ഒരു രംഗം ആവർത്തിക്കാൻ പാടില്ല. അതിനാണ് ഞങ്ങൾ ഇറങ്ങിയത്. വളരെ വർഷങ്ങളായിട്ട് സിനിമാ ലോകത്തുള്ള ഒരു വ്യക്തിയാണല്ലോ സാറ്. അപ്പം ഇങ്ങനെ ഒരു പ്രശ്നം മുൻപ് നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ഞാൻ എൻ്റെ ഇഷ്ടംപോലെ പടങ്ങൾ ഇങ്ങനെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഏകലവ്യനൊക്കെ 25 വർഷം മുമ്പ് എടുത്ത സിനിമകളാണ്. അതൊക്കെ ഈ സമയത്ത് ഇറക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ അന്നത്തെ സാമൂഹ്യ അന്തരീക്ഷമല്ല ഇപ്പോ വളരെ കുഴപ്പം പിടിച്ച ഏരിയ കൂടിയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരിക്കലും ഇത് ആർക്ക് വേണ്ടി ആണ് ഇങ്ങനെ നിയമ നടപടികൾ ഉണ്ടാവുന്നത് നമുക്കറിയില്ല. നേരത്തെ ഒരു പ്രാസംഗികൻ പറഞ്ഞ പോലെ അദൃശ്യമായ ഒരു ശക്തിക്ക് വേണ്ടിയാണ്. എന്നാൽ അവർ വരട്ടെ ഫ്രണ്ടിലോട്ട്. നമ്മളൊരു കാര്യം ശക്തി എന്ന് പറയുമ്പോൾ നമുക്കറിയില്ല ഏതോ ഒരു ശക്തിക്ക് വേണ്ടിയാണല്ലോ ഇതൊക്കെ പ്രവർത്തിക്കുന്നത്. അല്ലെങ്കിൽ അവർ മുന്നോട്ട് വരണ്ടേ. അത് സിനിമാ ലോകത്ത് തന്നെയാണോ? സിനിമാ ലോകമല്ല, ഈ സിസ്റ്റമാണത്. സിനിമക്കാരെ ആരും ഇതിനകത്ത് പ്രശ്നം ഉണ്ടാകുന്നില്ല. നമ്മൾ സിനിമ കൊടുത്തു, അവരെല്ലാ സെൻസറിങ് കഴിഞ്ഞു. ലാസ്റ്റ് മിനിറ്റിലാണല്ലോ അവർ പേര് പാടില്ല എന്ന് പറഞ്ഞത്. ടീസർ സെൻസർ ചെയ്തു, എല്ലാം സെൻസർ ചെയ്തു, പേര് പാടില്ല. പേര് പാടില്ല എന്ന് പറയുമ്പോൾ ബാക്കി എല്ലാ സിനിമ പ്രവർത്തകരെ ബാധിക്കുന്നതാണ്. ഈ ഒരു സാധനം വെച്ചിട്ട് നമ്മൾ വേറെ സിനിമയുടെ പേര് ഉണ്ടാക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നീങ്ങല്ലേ. അത് ഇപ്പോഴേ തടയിട്ടില്ലെങ്കിൽ നമുക്ക് മുന്നോട്ടുള്ള പോക്ക് ഒരു തടസ്സം ഉണ്ടാവും. അപ്പൊ അതിനൊരു ഇത് വേണം. അപ്പോൾ നമ്മൾക്ക് നമ്മൾ പോയി ചെന്ന് യാചിക്കേണ്ട സ്ഥലം എന്ന് പറഞ്ഞാൽ നമുക്ക് നിയമനിർമ്മാണ സഭയെ കോടതിയാണ്. ആ കോടതിന്റെ ബഹുമാനപ്പെട്ട കോടതി എന്ത് പറയുന്നു അതനുസരിച്ച് നമ്മൾ നീങ്ങണം. കോടതിയാണ് നമ്മൾ അവസാനം ആശ്രയിക്കുന്നത്. സെൻസർ ബോർഡ് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ അവർ പറയുന്ന ഒരു റീസൺ എന്തായിരിക്കും? റീസൺ പറയുന്നില്ല. അവർ പറയുന്നൊരു ക്ലോസ് നേരത്തെ പറഞ്ഞ പോലെ ഇന്നൊരു ക്ലോസിൽ ഇതുണ്ടാക്കും, അതുണ്ടാക്കും, ഇതുണ്ടാക്കും എന്ന് പറയുമ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യുന്നില്ല. അങ്ങനെ ഒരു ജാനകി എന്ന പേര് വരുമ്പോൾ ഇവിടെ കലാപം ഉണ്ടാകുമ്പോൾ ഒന്നും ഉണ്ടാവുന്നില്ല. അത് സിനിമയിലെ കഥാപാത്രമാണ്. ആ രീതിയിൽ എന്തുകൊണ്ട് എടുക്കുന്നില്ല? അപ്പം ആ രീതിയിൽ എടുക്കാത്തതുകൊണ്ടല്ലേ ഈ പ്രോബ്ലം ഉണ്ടാവുന്നത്. നമ്മൾ ആ കഥാപാത്രത്തിന്റെ കാഴ്ചപ്പാടനുസരിച്ചല്ലേ നമ്മൾ മൂവി ഉണ്ട്. നമ്മൾ എന്താണ് ആ ഒരു കഥാപാത്രം, അത് എഴുതി ഉണ്ടാക്കിയ ആളെന്താണ്, അത് പേരിട്ടെന്നല്ലേ ഉള്ളൂ. അത് ചിലപ്പോൾ രാധ എന്നാവാം, ജോസഫൈൻ ആവാം, എങ്ങനെ വേണം പേര് മാറ്റാം. പക്ഷെ ജാനകി എന്ന പേരിലുമാണ് അവർ പിടിച്ചു വെച്ചിരുന്നത്. അതെന്താണ് അവർ പിടിക്കുന്നത്. ശരിക്കും സെൻസർ ബോർഡിന് ഈ കഥാപാത്രങ്ങളുടെ പേരുകൾക്കും സിനിമകളുടെ പേരുകൾക്കും അതിൽ തലയിടാനുള്ള ഒരു അവകാശം, അധികാരം അവർക്കുണ്ടോ? അതോ ഈ മോശമായ സീനുകൾ മാത്രം ഈ അവരുടെ നിയമാവലി വെച്ചിട്ട് അവരൊരു ക്ലോസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ക്ലോസ് ഇതുവരെ പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പൊ ഇന്ന് ആ ക്ലോസ് എടുത്തുകൊണ്ട് വരുന്നത് എന്തിനാണ്? അപ്പൊ അതാണ് അതിന്റെ പിന്നിൽ ഒരാളുണ്ടല്ലോ എന്ന് നമ്മൾ പറയുന്നത്. ആ പിന്നിൽ ഇങ്ങനെ പാടില്ല, അത് പാടില്ല. അതിൽ നിയന്ത്രിച്ചേ പറ്റത്തുള്ളൂ. ഇപ്പോഴും നിയന്ത്രിച്ചില്ലെങ്കിൽ കുഴപ്പമാണ്. ഓക്കെ സാർ, താങ്ക് യു.